ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് സോഷ്യോളജി സിലബസ് ബേസ് ചെയ്ത് പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് കാണുന്നത്. അനാട്ടമി ഫിസിയോളജി എക്സാം പോലെ തന്നെ സോഷ്യോളജിയും സൈക്കോളജിയും ഒന്നിച്ച് 75-ലായിരിക്കും. ഇതിൽ സോഷ്യോളജിക്ക് 37ഉം സൈക്കോളജിക്ക് 38ഉമാണ്. ഈ 37ൽ തന്നെ MCQ ക്വസ്റ്റ്യൻസ് 6 മാർക്ക്, എസ്സേ 10 മാർക്സ്, ഷോർട്ട് നോട്ട്സ് 5 മാർക്കിൻ്റെ വെച്ച് 3 എണ്ണം, അങ്ങനെ 15 മാർക്ക്, ലിസ്റ്റ് ഡൗൺ 3 എണ്ണം 2 മാർക്കിന് 6 മാർക്ക്, അങ്ങനെ 37 മാർക്സ് ആയിരിക്കും ടോട്ടൽ വരുന്നത്. ഇതിലും ഹാഫ് മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത്. സോഷ്യോളജിക്കും സൈക്കോളജിക്കും ഹാഫ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ എക്സാമിന് ജയിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എസ്സേ ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ട്സും ലിസ്റ്റ് ഡൗണും നമ്മൾ പറയുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു 80% വരാൻ ചാൻസ് ഉണ്ട്. കാരണം അനാട്ടമി ഫിസിയോളജിയിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കി, അതിലൊരു 80-85% നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ച് മാറി വന്നത്. അതും 6 എണ്ണത്തിൽ 3 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തതായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടഫാകാനൊരു ചാൻസ്, കാരണം ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്യാൻ ചാൻസ് ഉള്ളത് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ സെക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ട്സിലും ലിസ്റ്റ് ഡൗണിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതിൻ്റെ ടൈമും 1 മണിക്കൂർ 30, ഇതിൻ്റെ ടൈമും 1.5 hour ആണ്. ടോട്ടൽ മാർക്സ് 37 ആണ്. ഈ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ എക്സാം എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഫാമിലി, ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി, എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി ഓൺ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് പ്രാക്ടീസ്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ലിസ്റ്റ് ഡൗൺ ദ ഫങ്ഷൻ ഓഫ് ഫാമിലി എന്ന് ലിസ്റ്റ് ഡൗണിൻ്റെ അകത്തും, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് ഷോർട്ട് നോട്ട്സിലും വരാം. അതുകൊണ്ട് ഡിഫൈൻ ഫാമിലി അത് നമ്മൾ ഓർത്തിരിക്കുക. ഈ ആദ്യം കാണുന്ന 3 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് സെമ്മി വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. Second question, define class, define race, explain the influence of caste on race on health. എക്സ്പ്ലെയിൻ നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്. ഇത് ഷോർട്ട് നോട്ട്സിലും വരാറുണ്ട്, എസ്സേ ആയിട്ടും വരാറുണ്ട്. എസ്സേ ആയിട്ട് വന്നാൽ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഷോർട്ട് നോട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് ഷോർട്ടായിട്ട് എഴുതുക. Define social stratification, write the types of social stratification, write the impact of social stratification on health and health practice. Next question, define social groups, list the classification of social groups, explain on permanent special groups. Next, define marriage, write the types of marriage, write the role of family and marriage on health and health practices. Describe the meaning of social process, explain the characteristics of social process. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. ലാസ്റ്റ് 3 സെമ്മിലെ ക്വസ്റ്റ്യൻ വന്നതും അതിനു മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ എസ്സേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് സിലബസ് കവറപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഡിസ്കസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് കാസ്റ്റ് ഇൻ സൊസൈറ്റി, ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ക്ലിനിക്കൽ സോഷ്യോളജി ഇൻ ക്രൈസിസ് ഇൻ്റർവെൻഷൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോളജി ഇൻ നഴ്സിംഗ്, ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് മോഡേണൈസേഷൻ ഓൺ ഹെൽത്ത് ആൻഡ് ഡിസീസ്, examine substance abuse as a social problem and suggest measures to control it, what is the nature and scope of sociology. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എസ്സേക്കും ചിലപ്പോൾ ചാൻസ് ഉള്ളതാണ്, ഷോർട്ട് നോട്ട്സിനും ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്, ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ ഓൺ ഹെൽത്ത്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, പ്രോബ്ലംസ് ഓഫ് വിമൻ, സോഷ്യൽ ഹെൽത്ത് ഏജൻസീസ്, പേഴ്സണൽ ഡിസോർഗനൈസേഷൻ, health facilities in rural India, unity and diversity in culture, family welfare programs and its impact on population control, caste system in India, changes in Indian rural life, importance of social norms in social life, remedial measures for family disorganization, acculturation, child abuse, accommodation, education system, individualization, factors affecting assimilation, population explosion in India, personal disorganization, importance of social system, social problems, races in India,
കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഗ്രാംസ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ക്ലാസസ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജ്, പ്രോബ്ലംസ് ആൻഡ് റൈറ്റ്സ് ഓഫ് വിമൻ, റോൾ ഓഫ് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഇൻ പോപ്പുലേഷൻ കൺട്രോൾ, urbanization in India, possibility of joint family in cities, റോൾ ഓഫ് വോളണ്ടറി ഓർഗനൈസേഷൻ ഇൻ ഹെൽത്ത് കെയർ. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇത് പല ക്വസ്റ്റ്യനുകളും നമുക്ക് അനലൈസ് ചെയ്താൽ അറിയാം ഇതിൻ്റെ പലതിൻ്റെ ആൻസർ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെല്ലാം നിങ്ങൾ അത്യാവശ്യം നോക്കിയിട്ട് പോവുക. നന്നായിട്ട് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ട്. കാരണം സോഷ്യോളജി അത്യാവശ്യം പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് കാരണം ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലിസ്റ്റ് ഡൗൺ ആണ്. ഇത് കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ലിസ്റ്റ് ഡൗൺ. അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ 2 മാർക്കാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് എഴുതാണ്ട് കംപ്ലീറ്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും അല്ലെങ്കിൽ 4 എണ്ണമെങ്കിലും എഴുതിയാലാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ലിസ്റ്റ് ഡൗൺ എലിമെൻറ്റ്സ് ഓഫ് കൾച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, കോസസ് ഓഫ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ, ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി, ക്ലാസിഫിക്കേഷൻ ഓഫ് പേഴ്സണാലിറ്റി, methods of psychology, agencies of socialization, types of child abuse, types of culture, types of social mobility, functions of marriage, types of social disorganization, types of social system, types of social mobility, types of social classes, types of unemployment, social security measures in India, ടൈപ്സ് ഓഫ് മാരേജ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പലതും, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇതൊക്കെയാണ് കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് വരുന്ന ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാനെങ്കിലും നിങ്ങൾ ഈ ലിസ്റ്റ് ഡൗൺ മുഴുവൻ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിന് തന്നെ 6 മാർക്കുണ്ട്. MCQന് കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കണേ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കണം. എസ്സേ, ഷോർട്ട് നോട്ട്സ്, ലിസ്റ്റ് ഡൗൺ നിങ്ങൾ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക.